താൻ പ്രസിഡൻ്റായി ചുമതലയേറ്റ് കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകുന്നത്. NBC ചാനലിനാണ് ട്രംപ് അഭിമുഖം അനുവദിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 2021 ജനുവരി 6-ന് അമേരിക്കയിലെ ക്യാപിറ്റോളുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് വേണ്ടി ജയിലിലായ 500 പേരെയും താൻ പ്രസിഡൻ്റാകുന്ന ആദ്യ ദിനത്തിൽ തന്നെ സ്വതന്ത്രരാക്കുമെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം. താൻ രണ്ടാം ഊഴത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവരാരും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നാണ് ട്രംപ് അഭിമുഖത്തിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത്. പ്രസിഡന്റ് രണ്ടാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ട്രംപ് ഒരു TV ചാനലിൽ അത് നേരത്തെ പറഞ്ഞു വേണ്ട കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ മനുഷ്യർ ജയിലിൽ നരയാതന അനുഭവിക്കുകയാണെന്നും അവിടെ വളരെ മോശം സാഹചര്യങ്ങളിലാണ് അവർ കഴിയുന്നത് എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. 500 പേരെ മോചിപ്പിക്കുന്നത് കൂടാതെ 1000-ഓളം പേർക്ക് താൻ പ്രസിഡന്റ് പദവിയിലെത്തിയയുടൻ പൊതുമാപ്പ് പ്രഖ്യാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മകൻ ഹണ്ടർ ബൈഡന് ഔദ്യോഗികമായി മാപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ക്യാപിറ്റോൾ കലാപത്തിൽ പ്രതികളായ തൻ്റെ അനുയായികൾക്കും മാപ്പ് നൽകുമെന്ന് ട്രംപ് നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നു. താനാണ് ക്യാപിറ്റോൾ കലാപത്തിൻ്റെ ഉത്തരവാദിയെന്ന് കണ്ടെത്തിയ സെനറ്റ് അംഗങ്ങളെയാണ് ആദ്യം ജയിലിലടയ്ക്കേണ്ടതെന്നാണ് ട്രംപ് പറയുന്നത്. കലാപത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ട്രംപാണെന്നാണ് സംഭവം അന്വേഷിച്ച സമിതി അന്ന് കണ്ടെത്തിയിരുന്നത്. ഈ സമിതിയിൽ ട്രംപിൻ്റെ പാർട്ടിക്കാരായ റിപ്പബ്ലിക്കന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ പിന്നീട് ട്രംപ് ആകട്ടെ ഇവർക്ക് 2 പേർക്കും സീറ്റ് നൽകിയിരുന്നതുമില്ല. അനധികൃതമായി അമേരിക്കയിലെ കുടിയേറിയവരെ എത്രയും വേഗം നാട് കടത്തുമെന്നുള്ളതാണ് ട്രംപിൻ്റെ അടുത്ത സുപ്രധാന പ്രഖ്യാപനം. നേരത്തെയും പലവട്ടം ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അക്കാര്യം ഒന്നുകൂടി ഊന്നി പറയുകയാണ് ഈ അഭിമുഖത്തിൽ. താൻ പ്രസിഡൻ്റായിരിക്കുന്ന 4 വർഷം കൊണ്ട് അനധികൃതമായി കുടിയേറിയ മുഴുവൻ പേരെയും അവരവരുടെ രാജ്യത്തേക്ക് തന്നെ അയക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എന്ന അവകാശം അത് എടുത്തു കളയുമെന്നും ട്രംപ് പറയുന്നു. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നേരത്തെ അവിടുത്തെ പാർലമെൻറ്റ് അംഗീകരിച്ചതാണ്. അതിനൊക്കെ തന്നെ ഭേദഗതി വരുത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതിനിടെ ഡൊണാൾഡ് ട്രംപിനെ അനുയായികളെ വിമർശിച്ചതുകൊണ്ട് തനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമായി അമേരിക്കയിൽ ഒരു അധ്യാപിക രംഗത്തെത്തി. ദ ഇൻഡിപെൻഡൻ്റ് എന്ന മാധ്യമമാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബെവർലി ഹിൽസ് യൂണിഫൈഡ് സ്കൂൾ ഡിസ്ട്രിക്ട് എന്ന സ്ഥാപനത്തിലെ അധ്യാപികയായ ജോവാനി ഗാരറ്റിനാണ് ജോലി പോയത്. ഈ മാസം 5-ന് വിരമിക്കാനിരിക്കുമ്പോഴാണ് അവരെ നവംബർ 13-ന് ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് അവർ ആരോപിക്കുന്നു. ഫേസ്ബുക്കിൽ ഇവർ പങ്കുവച്ച ട്രംപ് വിരുദ്ധ പോസ്റ്റ് കാരണമാണ് ഈ പുറത്താക്കലെന്നാണ് അവരുടെ അവകാശം പറയുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഫേസ്ബുക്കിൽ താൻ പങ്കുവച്ചതെന്നും തൻ്റെ രാഷ്ട്രീയ അഭിപ്രായം ക്ലാസ്സിലോ കലാലയത്തിനുള്ളിലോ ചർച്ച ചെയ്തിട്ടില്ലെന്നും ജോവാനി പറയുന്നു. എന്നാൽ ജോവാനി തൊഴിൽ കാലയളവ് പൂർത്തിയാക്കിയതാണെന്നും നിലവിൽ പകരക്കാരിയെ ജോലി ചെയ്യുകയായിരുന്നുവെന്നുമാണ് സ്ഥാപനത്തിൻ്റെ അധികൃതർ പറയുന്നത്. ഏതായാലും ട്രംപിൻ്റെ രണ്ടാം വരവും ഏറെ വിവാദമുയർത്തും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. തൻ്റെ പ്രഖ്യാപനങ്ങൾ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ദിവസം തന്നെ നടപ്പിലാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ ഒരുപക്ഷെ അതിന് രാഷ്ട്രീയ എതിരാളി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിലും 2021 ക്യാപിറ്റോൾ കലാപം ട്രംപിനെ ഏറെ പേരദോഷം വരുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കോടതിയിൽ വരെ കേസ് എത്തുന്ന നിലയിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ പലരും ഇപ്പോഴും ജയിലിലാണ് കഴിയുന്നത്.